ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനും അന്വേഷണത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷമാണ് എൻ്റെ മകനൊരു പെണ്ണ് ശരിയായത്. സൗന്ദര്യം കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും എല്ലാം കൊണ്ടും പെർഫെക്റ്റ്, ഞങ്ങൾക്ക് ചേർന്നവൾ. പെൺവീട്ടുകാർ പറഞ്ഞു ഞങ്ങളുടെ രാജകുമാരിയാണ് ഇവളെന്ന്. അവരുടെ വർത്തമാനത്തിൻ്റെ മുന എനിക്ക് മനസ്സിലായി. എൻ്റെ മകളെ ദ്രോഹിക്കരുത് എന്ന മുന്നറിയിപ്പാണത്. ഇവളെ ഞാൻ എങ്ങനെ ദ്രോഹിക്കും? എൻ്റെ മകന് ചേർന്നവൾ, എൻ്റെ മകന് ഇഷ്ടപ്പെട്ടവൾ, എൻ്റെ മകൻ്റെ ഭാര്യയും എൻ്റെ മകളുടെ ഭർത്താവും എനിക്ക് മക്കൾ തന്നെ. എനിക്കാരെയും ദ്രോഹിക്കാൻ കഴിയുകയില്ല. ഞാൻ അവളുടെ കവിളിൽ തഴുകി. പിന്നെ കല്യാണം കഴിഞ്ഞു. ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞു. അവൾ ആരോടും ഒരടുപ്പവും സ്നേഹവും കാണിച്ചില്ല. പഠിക്കാൻ പോകാൻ അവൾക്ക് താല്പര്യമില്ല. വീട്ടുജോലിയിൽ എന്നെ സഹായിക്കാറില്ല. ഏതു നേരവും മൊബൈൽ, അത് വിട്ടാൽ ഉറക്കം, പിന്നെ ഉമ്മാനോടുള്ള ഫോൺ വിളി. എനിക്ക് അവളോട് നീരസം തോന്നാൻ തുടങ്ങി. എൻ്റെ ഇഷ്ടക്കേട് ഞാൻ മോനോടും എൻ്റെ മോളോടും ഭർത്താവിനോടുമെല്ലാം പറഞ്ഞു. എൻ്റെ മകൾ അവളോട് ഉപദേശ രൂപേണ ചോദിച്ചു, നിനക്ക് ഞങ്ങളോട് സൗഹൃദമായി പെരുമാറി ഉമ്മാൻ്റെ കൂടെ നിന്നൂടെ? നിങ്ങൾ എന്ന് തിരിച്ചു പോകും എന്ന മറുചോദ്യമായിരുന്നു തിരിച്ച്. വാഷിംഗ് മെഷീനിൽ അവളുടെ പാൻറ്റിനൊപ്പം കെട്ടുപിണഞ്ഞ് കിടക്കുന്ന ഷെഡ്ഡി നേരെയാക്കുന്ന എന്നെ കണ്ടപ്പോൾ എൻ്റെ മോന് വിഷമം തോന്നിക്കാണും. അവളോട് എന്തെങ്കിലും നിനക്ക് നിൻ്റെ ജോലിയെങ്കിലും ചെയ്തൂടെ എന്ന് ചോദിച്ച് ചീത്ത പറയുന്നത് കേട്ടു. അവൾ രൂക്ഷമായും പരുഷമായും അവനോട് മറുപടി പറയുന്നതും കേട്ടു. ഞാൻ കേൾക്കാത്ത ഭാവം നടിച്ചു. ഇന്നവൻ ജോലിക്ക് പോകുമ്പോൾ വാങ്ങിക്കാനുള്ള ഫ്രൂട്ട്സിൻ്റെയും നട്ട്സിൻ്റെയും ചോക്ലേറ്റിൻ്റെയും ലിസ്റ്റ് കൊടുക്കുന്നത് കണ്ടു. ഇന്ന് പറ്റില്ല, നാളെ വാങ്ങാം എന്നവൻ്റെ മറുപടിയും കേട്ടു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾക്ക് വേണ്ട സാധനങ്ങളുമായി അവളുടെ അനുജൻ വന്ന് നിൽക്കുന്നു. അവൾ അത് വാങ്ങിക്കൊണ്ടു പോകുന്നു. അവൻ പോയ ശേഷം സഹികെട്ട് ഉപ്പ പറഞ്ഞു, മോളെ, നീ ഇത് ചെയ്തത് നിൻ്റെ ഭർത്താവിനെ വിലയില്ലാതാക്കിയതാണ്. ഇത് ശരിയായില്ല. നീ ഞങ്ങളുടെ കുടുംബം മൊത്തം ചെറുതായി കാണുന്നു. നീ ഞങ്ങളെ ചെറുതാക്കി കാണിക്കുന്നു. ഇത് ശരിയല്ല മോളെ, നീ ചിന്തിക്ക് എന്ന് പറഞ്ഞു. എന്തിനധികം പറയുന്നു, എല്ലാം കുറ്റം. ഇന്ന് 3 വർഷങ്ങൾക്ക് ശേഷം കോടതി വിധി കാത്ത് ഞങ്ങൾ കോടതി വരാന്തയിലാണ്. ദ്രോഹിക്കുന്ന ഭർത്താവും അമ്മോസനും നാത്തൂനുമായി ഞങ്ങളും മാനസികമായി ടോർച്ചർ ചെയ്യുന്ന എൻ്റെ മകനും എല്ലാം പ്രതികൾ. പെൺകുട്ടികൾ ബോൾഡാകണം, നല്ല ഹൃദയമുള്ളവരാകണം, ചുറ്റുമുള്ളതെല്ലാം കാണാൻ ശ്രമിക്കണം. മറ്റുള്ളവരും മനുഷ്യരാണ് എന്ന പരിഗണന വേണം. അത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ ഓരോ പെൺമക്കളുടെ രക്ഷിതാക്കൾക്കും കഴിയണം. ഭർത്താവിൻ്റെ വീട്ടുകാർ എന്നും ദ്രോഹികളാണെന്ന ചിന്ത മാറണം.